ശബരിമല സ്ത്രീ പ്രവേശവും വനിതാ മതിലുമൊന്നും ഇനി പറയേണ്ട. നിങ്ങൾ വേട്ടക്കാരായി കാണുന്നവരും ചിലപ്പോൾ ഇരകളായിരിക്കാം. മുകേഷിന്റെ പക്കലുള്ള തെളിവ് മുഖ്യമന്ത്രി കണ്ട് ബോധ്യപ്പെട്ട തെളിവാണല്ലോ. ചർച്ചയിൽ RMP നേതാവും MLA-യുമായ KK രമ, കോൺഗ്രസ് പ്രതിനിധി അനിൽ അക്കര, BJP-യിൽ നിന്ന് ഡോക്ടർ J പ്രമീള, AMMA അംഗം വിജയൻ കാരന്തൂർ എന്നിവരാണ്. ആദ്യം ഞാൻ രമയിലേക്ക് പോവുകയാണ്. രമ, ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ CPIM എടുത്ത തീരുമാനം വ്യക്തമായല്ലോ. അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നിരിക്കുന്നു. നാളെ ഇപ്പോൾ ഫുൾ സെക്രട്ടേറിയറ്റ് ചേരാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ തീരുമാനത്തിന് ഒന്നുകൂടി ബലം വരും നാളത്തെ യോഗത്തിൽ. അതെ, തീർച്ചയായിട്ടും സ്മൃതി, വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിന് മാതൃകയാകേണ്ട തീരുമാനങ്ങൾ CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. വനിതാ മതിൽ തീർക്കാൻ, സ്ത്രീ സുരക്ഷ ഒരുക്കാൻ, ഇരകളുടെ പക്ഷത്ത് നിൽക്കാൻ ഒക്കെ ഒരു സംഘടന എത്ര ആർജവത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണല്ലോ ഇപ്പം നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഒരു EP ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവിൻ്റെ പ്രതികരണം കാണുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടി ഇങ്ങനെയാവുന്നത് എന്ന് നമുക്ക് ഒരു തർക്കവുമില്ലാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അദ്ദേഹം എന്താ പറയുന്നത്, കോൺഗ്രസ്സിലെ 2 പേരുണ്ടല്ലോ, അവർ രാജിവെക്കട്ടെ, എന്നിട്ട് ഞങ്ങളും ആലോചിക്കാം. അപ്പം മറ്റേത് പാർട്ടിക്കാരും ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞങ്ങൾക്കും ചെയ്യാം, അതിലപ്പുറമൊന്നും ഇവർക്കില്ല. അവർ ചെയ്യുന്നത്, അവർ തെറ്റാണെങ്കിൽ ഞങ്ങൾ തെറ്റ്, അവർ ശരിയാണെങ്കിൽ ഞങ്ങൾ ശരി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതാണ് ഇടതുപക്ഷം. പിന്നെ എന്ത് മാതൃകയാണ് ഇവർ ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്, എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? മുകേഷിനെ പോലെ അങ്ങേയറ്റം ക്രിമിനൽ കേസിൽ പ്രതിയായ, സ്ത്രീ പീഡനത്തിന് ചെറിയതൊന്നുമല്ലല്ലോ, എത്രയധികം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് മാത്രമുണ്ടായ വാർത്തയല്ല. എത്ര വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞ ഒരുപാട് വിവരങ്ങൾ, ഗാർഹിക പീഡനം ഉൾപ്പെടെ ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിൽ വെച്ച് അങ്ങേയറ്റം ക്രൂരമായ വേദനകൾ, പീഡനങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോകേണ്ടി വന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞ അനുഭവങ്ങൾ തന്നെ ഇന്ന് നമ്മുടെ മുന്നിൽ വീണ്ടും വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രം മതി ഒരാളെ എങ്ങനെയാണ് ഒരു പാർട്ടി പുറത്താക്കേണ്ടത്, അല്ലെങ്കിൽ ആ പാർട്ടി അത് എത്ര ആളുകൾക്ക് സംരക്ഷണം കൊടുക്കില്ല, ഇതുപോലെയുള്ള ആളുകളല്ല വരേണ്ടതെന്ന് തീരുമാനിക്കാൻ അതുമാത്രം മതി. പക്ഷേ എന്നിട്ടും CPM എന്ന പാർട്ടി മുകേഷിനെ MLA ആക്കി എന്ന് മാത്രമല്ല എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നൽകുന്നു. നോക്കൂ സ്മൃതി, ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമുക്കറിയാം. 2017 പ്രിയപ്പെട്ട നമ്മുടെ നടിയുടെ പ്രശ്നത്തിന് ശേഷം രൂപീകൃതമായ സമൂഹത്തിൽ നിന്ന്, ഞാനത് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, സമൂഹത്തിലെ വലിയ പ്രതികരണങ്ങൾക്ക് ശേഷം തീരുമാനിച്ച ഹേമ കമ്മിറ്റി, അങ്ങനെയൊരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കി പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ചതിന് ശേഷം 2019 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ MLA ആക്കുന്നു. ഈ കഴിഞ്ഞ ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവനുണ്ട്. അതിനകത്ത് പറഞ്ഞ പല പേരുകളും വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നു. ആ വെളിപ്പെടുത്താത്ത പേരുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പേരായിരിക്കും ഇത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ലല്ലോ. ഈ സമൂഹത്തിന് അതിനൊരു സംശയത്തിന് ഇടയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആ റിപ്പോർട്ട് മുഴുവൻ സർക്കാരിൻ്റെ കൈവശമുണ്ട്, സർക്കാർ അത് പരിശോധിച്ചിട്ടുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തെ MLA ആക്കുന്നു, എല്ലാവിധ സംരക്ഷണവും നൽകുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വീണ്ടും പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഏതാളെയാണ് ജനങ്ങളുടെ പ്രതിനിധിയാക്കാൻ ഒരു പാർട്ടി തീരുമാനമെടുക്കുന്നത് എന്നുള്ളത്. ഈ ആരോപണങ്ങളൊക്കെ ഈ ഒരു എയറിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതൊക്കെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല മുകേഷ് ഒരു വലിയ പാർട്ടി പ്രവർത്തകനാണ്. മെമ്പർഷിപ്പില്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുന്നു. കൊല്ലത്തെ പാർട്ടിക്കും എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് മേഴ്സിക്കുട്ടിയമ്മയെ പോലെ അവിടുത്തെ വനിതാ നേതാക്കളൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് രമ ഒന്ന് ആലോചിച്ച് നോക്കൂ, CPM-ന് ഒന്നും ചെയ്യാനാകാത്ത ഒരവസ്ഥയുണ്ടോ? കാരണം ഇപ്പോൾ നടപടി എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല എങ്കിൽ CPM-ന് വലിയ നഷ്ടം സംഭവിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിജയിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ മൊത്തത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് എന്നൊരു വിലയിരുത്തൽ പാർട്ടി നടത്തുന്നു. രണ്ടാമത്തേത്,
ഇപ്പോൾ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നു എന്നൊരു അഭിമാനം എല്ലാ സമയവും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ ഹേമ കമ്മിറ്റി? രാജ്യത്താദ്യമായി ഇതാ ഇങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു. അത് സ്വയം രൂപീകരിച്ചതാണോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. പക്ഷേ രൂപീകരിച്ചല്ലോ, റിപ്പോർട്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണെങ്കിലും പുറത്തേക്ക് വിട്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സർക്കാർ ആദ്യ നടപടി എങ്ങനെയാണ് CPM MLA-ക്കെതിരെ ചെയ്യുക? അത് വലിയ തിരിച്ചടിയാവില്ലേ? അല്ല, തിരിച്ചടിയല്ലല്ലോ. അവർ ചെയ്യുന്നതിനും പറയുന്നതിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണല്ലോ. സ്വന്തം പാർട്ടിയിലുള്ള ആളായാലും തെറ്റു ചെയ്താൽ അവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങൾ വേട്ടക്കാരനൊപ്പമല്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കുകയല്ലേ വേണ്ടത്? അതെങ്ങനെയാണ് തിരിച്ചാവുന്നത്? നടപടിയെടുത്ത് മാതൃക കാണിക്കാൻ CPM എന്ന പാർട്ടിക്ക് ആർജവമുണ്ടോ? ആ ആർജവം കാണിക്കാൻ അവർക്ക് സാധിക്കില്ല. തെരഞ്ഞെടുപ്പിലെ ജയമാണോ അതോ പാർട്ടിയുടെ പോളിസിയാണോ ഒരു CPM പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രധാനം എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ജയിക്കില്ല എന്നുള്ളത് ഈ സാഹചര്യത്തിലല്ല. കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പം നടത്തിയാൽ കൊല്ലത്തല്ല എവിടെയെങ്കിലും ഈ പാർട്ടിക്ക് ജയിച്ചു കയറാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ആരാണ് തയ്യാറാവുക? ഏത് സ്ത്രീകൾ? ആ പാർട്ടിക്കകത്തുള്ള സ്ത്രീകളെപ്പോലും നിങ്ങൾ എടുത്തു നോക്കൂ. ഇനി ഇടതുപക്ഷ സംഘടനയിലെ CPI വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ആനി രാജയെ പോലെ പ്രമുഖയായ നേതാക്കന്മാർ വളരെ കൃത്യമായി അഭിപ്രായം പറഞ്ഞല്ലോ. മുകേഷ് രാജിവെക്കണം, അദ്ദേഹത്തെ മാറ്റി നിർത്തണം. ആ തീരുമാനം, അതിനുള്ള ആർജവം പോലും കാണിക്കാൻ കഴിയാത്ത CPM നിങ്ങൾ എവിടെ വിജയിക്കാനാണ്? അതൊന്നുമല്ല. ഇവരുടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ CPM-ലുള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ ഇതിൻ്റെ ആളുകളുണ്ട്, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. CPM-ന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഏത് ആരോപണത്തിൽ കൂടി കടന്നു വന്ന് ആ സ്ഥാനത്തിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയാ നിലപാട് പറയാൻ കഴിയുക? ആദ്യം സ്വയം നന്നാവണ്ടേ, എന്നിട്ടല്ലേ മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ പറയാൻ കഴിയാത്ത പാർട്ടിയാണ് CPM എന്ന പാർട്ടി. അതുകൊണ്ടാണ് ഇപ്പോഴും തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ശരി. ശ്രീ അനിൽ അക്കര, ഇപ്പോൾ ഈ ഒരു ആരോപണം ഉയരുമ്പോഴേക്കും രാജിവെക്കുക എന്നുള്ളത് എത്രത്തോളം രാഷ്ട്രീയത്തിൽ പ്രായോഗികമാകും എന്നുള്ള ചോദ്യമാണ് CPM ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുമില്ല. നിങ്ങളെ സംബന്ധിച്ച് അവിടെ M. വിൻസെന്റിന്റെ കാര്യവും അടക്കമുള്ള കാര്യങ്ങൾ, എൽദോസ് കുന്നപ്പള്ളിയുടെ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനുള്ള ഒരു ആയുധമാക്കി CPM ഉപയോഗിക്കുന്നുമുണ്ട്. ആവർത്തിച്ച് ആ ചോദ്യം നിങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങളാകട്ടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മുകേഷ് രാജിവെക്കണോ, MLA സ്ഥാനം രാജിവെക്കണോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി CPM തീരുമാനിക്കട്ടെ, അത് അവരുടെ ധാർമ്മിക നിലപാടിന് വിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം രാജി എന്ന ആവശ്യത്തിൽ കോൺഗ്രസും നേതൃത്വം ആദ്യം പ്രകടിപ്പിച്ചില്ല. എന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടന്നു, ഇന്നലെ നടന്നിട്ടുണ്ട്. വനിതാ നേതാക്കളും കൊല്ലത്തെ നേതാക്കളും വലിയ പ്രതിഷേധത്തിലിറങ്ങി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും CPI പോലെ രണ്ട് അഭിപ്രായമുണ്ടോ? അല്ല, ഇതിനകത്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കൃത്യമായി പറയുകയും കേരളത്തിലെ 13 ജില്ലകളിലും കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധ കൂട്ടായ്മകൾ ഇന്ന് കേരളത്തിലെമ്പാടും നടന്നതാണ്. ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന മുകേഷിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായ 2 കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കോൺഗ്രസ് MLA-മാർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം CPM ഉയർത്തുകയാണ്. ആ ഉയർത്തുന്ന വാദം നിലവിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിനകത്തെ മൊഴികളുമായി സംബന്ധിച്ച് കേസുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള പരാതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് നിലവിലുള്ള ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കേസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം CPM നടത്തുകയാണ്. സ്മൃതി ചോദിച്ച ചോദ്യത്തിനകത്ത് വളരെ കൃത്യതയുണ്ട്. എനിക്കതിനകത്ത് എതിരഭിപ്രായമുള്ള ആളല്ല. ഇപ്പോൾ KK രമ MLA ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ 2 MLA അന്ന് M. വിൻസെന്റിന്റെ വിഷയം വരുന്ന സമയത്ത് അവർ MLA അല്ല, എൽദോസിന്റെ വിഷയം വരുന്ന സമയത്ത് അവർ MLA ആണ്. അവർ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡ് പറയുകയുണ്ടായി. എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം എന്നുള്ള സ്റ്റാൻഡ് പറയുകയുണ്ടായി. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ എൽദോസിനെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ജാമ്യമെടുത്ത സമയത്ത് ആ കോടതിയിൽ നിന്നുണ്ടായ ഫൈൻഡിങ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി.
അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാകട്ടെ. അപ്പം ഹൈക്കോടതിയും ആ ഒരു നിലപാട് സ്വീകരിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പിന്നെ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ പറയേണ്ടതായ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ വിഷയത്തിൽ പിന്നെ എം വിൻസെൻ്റെ കാര്യത്തിലായാലും പിന്നെ എൽദോസ് കുന്നമ്പള്ളിയുടെ കാര്യത്തിലും സംഘടനാപരമായ നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാനുള്ള മറ്റൊരു കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. ആ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഈ 2 ഇൻസിഡൻറ്റിലും ആ 2 MLA-മാരെ CPM ഭരണപരമായി അവർ ആക്രമിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരായുള്ള കള്ളക്കേസാണ് എന്ന രീതിയിലേക്ക് വരികയും അത് മുൻകൂർ ജാമ്യാപേക്ഷയുടെ സമയത്ത് കോടതികൾ ശരിവെക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റാണ്, അത് അവിടെ വെച്ച് നിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ ആ രാജിയുടെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാനിപ്പോൾ നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ. ഇപ്പോൾ സജി ചെറിയാൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഈ പറയുന്ന സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ടാണ് കേസ് എടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അപ്പോൾ ചില കേസുകൾ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇൻസിഡൻറ്റ് എന്താണ്? ആ ചർച്ച ദുർബലപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. അതിലേക്ക് തലവെച്ചു കൊടുക്കാൻ എന്നെപ്പോലൊരു രാഷ്ട്രീയ പ്രവർത്തനോ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട് തയ്യാറില്ല. നമ്മുടെ മുന്നിലുള്ള വിഷയം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരാതികൾ എന്ന് പറയുന്നത്, റീസെൻ്റായി വന്ന പരാതികൾ എന്ന് പറയുന്നത് ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വരാത്ത പരാതികളാണ്. ഇവിടെ ഗുരുതരമായ വിഷയമാണല്ലോ. ഈ ഗവൺമെൻറ് തന്നെ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. സ്ത്രീ പീഡനവും ബലാത്സംഗവും കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ, ആ കേസുകളിൽപ്പെട്ട ആളുകൾക്ക് അസംബ്ലിയിൽ മത്സരിക്കാൻ സീറ്റുകൾ കൊടുക്കുന്നു, പാർലമെൻറ്റിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നു, മന്ത്രിമാരാവാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ആ അവസരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പൂർത്തിവെക്കുന്നു. ആ റിപ്പോർട്ട് പൂർത്തിവെച്ചതിന് ശേഷം 4.5 വർഷക്കാലം അതിലെ പ്രതികൾക്ക് കേസ് ഒത്തുതീർക്കാനുള്ള സമയം കൊടുക്കുന്നു. ഇത് ഒരു ഗുരുതരമായ വിഷയമാണ്. ഈ കേസ് ദുർബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേസിലെ 1-ാം പ്രതി മുകേഷാണോ? അല്ല, ഈ കേസിലെ 1-ാം പ്രതി സംസ്ഥാന സർക്കാരാണ്. ഈ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുറ്റകൃത്യം ഞാൻ ചെറുതായി കാണുകയില്ല. ഈ കേസിലെ പ്രതി 1-ാം സ്ഥാനത്ത് വരേണ്ട പ്രതി സംസ്ഥാന സർക്കാരാണ്. ഒരു കേസ്, സ്ത്രീ പീഡന പരാതികൾ, ബലാത്സംഗം, കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മൂടിവെച്ച ഒരു സർക്കാർ നമ്മുടെ മുന്നിലിരുന്ന് മുൻകാലങ്ങളിലെ പ്രസിഡൻസ് പറഞ്ഞ് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശ്രീ പുരുഷൻ കടലുണ്ടി അദ്ദേഹവും ഇതേ സാഹചര്യത്തിൽ MLA ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരായ ഒരു ബസ്സിനകത്തുണ്ടായ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. അപ്പോൾ ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് ചർച്ച ചെയ്തുകൊണ്ട് ഈ കേസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു മൂവ്മെൻറ്റിന് തലവെച്ചു കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് കഴിയില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ നിന്നൊരു വ്യത്യാസമുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ വിഷയം ഈ കേസിൽ അടിയന്തരമായി ഇതിങ്ങനെ നിരന്തരമായി മുകേഷുമായി ബന്ധപ്പെട്ട പരാതി വരികയാണ്. 1-ാമത്തെ ഭാര്യ ഡൈവോഴ്സ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പരാതി, 2-ാമത്തെ ഭാര്യ പിരിഞ്ഞു പോയപ്പോൾ അവർ കാണിച്ച മാന്യതയും അവരുടെ മുഖവും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പരാതികൾ, ഈ പരാതികളൊക്കെ മൂടിവെക്കാൻ CPM ഭരണകാലത്ത് പ്രതിപക്ഷ MLA-മാരുടെ പേരിൽ എടുത്ത കേസ് അത് ഇരുമ്പ് മറയിൽ വെച്ച് തടുക്കാൻ ശ്രമിച്ചാൽ അത് ഈ കേസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു ടൂളായി എന്ന് മാത്രമേ കാണാൻ കഴിയൂ. അതൊക്കെ നമുക്ക് കൃത്യമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിനകത്ത് ഇപ്പോൾ ഇൻസിഡൻറ്റിൽ പ്രധാനമായും ചെയ്യേണ്ടത് മുകേഷ് രാജിവെക്കണം, നിയമപരമായ നടപടികൾ നേരിടണം. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് നടപ്പിലാക്കണം. അതിലെ ചില ഭാഗങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ആ മാറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ CPM-ന് ഉറച്ച നിലപാടുണ്ട്. ആ നിലപാടാണ് ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തത്. അതാണ് നാളെ ഫുൾ കോർ ചേർന്ന് എടുക്കാൻ പോകുന്ന കുറച്ചുകൂടി ഉറച്ച നിലപാടായി പുറത്തേക്ക് വരാൻ പോകുന്ന തീരുമാനം. മുകേഷിനൊപ്പം ഉറച്ചു നിൽക്കുക എന്ന് തന്നെയാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് CPM ഇല്ല. അതാണ് CPM പ്രതിനിധി ഈ ചർച്ചയിലില്ല. ഇതിലേക്ക് ഞാൻ ഡോക്ടർ J. പ്രമീള ദേവിലേക്ക് പോകും മുമ്പ് AMMA-യുടെ പ്രതിനിധി വിജയൻ കാരന്തൂരിലേക്ക് പോവുകയാണ്. ശ്രീ വിജയൻ കാരന്തൂർ, ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട സർക്കാർ എടുക്കുന്ന നിലപാട്, CPM എടുക്കുന്ന നിലപാട്, അതിനെ സിനിമാ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ കാണുന്നു? അത് അവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ ബോധം. നമ്മളിപ്പം പറയും, നമ്മൾ ധാർമ്മികത എന്നൊക്കെ പറയുമ്പോൾ അത് സ്വയം തോന്നേണ്ടതാണെന്നാണ്. അതല്ലാതെ ഒരു പ്രഷറിന് കീഴടങ്ങി നമ്മൾ രാജിവെക്കണം എന്നൊന്നുമല്ല. അത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണത്. അപ്പോൾ എനിക്കിപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ മുകേഷ് രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ രാജിവെക്കേണ്ടതെന്നൊന്നും പറയാനില്ല. പക്ഷേ എന്തായാലും ഇത്തരം വലിയൊരു ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊരു അഗ്നിശുദ്ധി വരുത്തേണ്ടത് ആ ആരോപണ വിധേയൻ്റെ കർത്തവ്യമാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.
അങ്ങനെ ഒരു ധാർമ്മികത സിനിമാ ലോകത്ത് എത്രത്തോളം കാണുന്നുണ്ട്? ഇപ്പോൾ AMMA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ രാജിവെച്ചത് ആ ധാർമ്മികതയിൽ ഊന്നിയിട്ടല്ലോ. മറുപടി പറയേണ്ടത് കൊണ്ട് ഒളിച്ചോടുകയായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല വേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ 506 അംഗങ്ങളുള്ള അമ്മ എന്ന സംഘടന അത് പെട്ടെന്നൊരു ദിവസം, കാരണം ആളുകൾ മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ് അതിൻ്റെ ഒരു മറുപടിക്കായി. അപ്പോൾ ഒരു മുങ്ങുന്ന കപ്പലിനെ നടുക്കടലാക്കിയിട്ട് കപ്പിത്താൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വല്ലാത്തൊരു നടപടിയായിപ്പോയി. അപ്പോഴും നമ്മൾ അഷ്വർ ചെയ്യുന്നുണ്ട് അതുവരെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അംഗങ്ങളുടെ ക്ഷേമമൊക്കെ സംരക്ഷിക്കും എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് എല്ലാ തൊഴിൽ മേഖലയിലും പെൻഷനൊക്കെ കൊടുക്കേണ്ടതാണ് ശ്രീ വിജയൻ കാരന്തൂർ. അതെന്തോ ഒരു ഭിക്ഷ കൊടുക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേക്കാം, കൈനീട്ടം. അത് ഇത്ര ഇങ്ങനെ പറയാനുള്ള കണക്കെന്താണ്? അവിടേക്ക് വന്നു വീഴുന്ന പൈസയുടെ കണക്കും ഈ കൊടുക്കുന്ന തുകയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അത് ശരിക്ക് അത് ഇപ്പോഴും ആ സംഘടന അതൊരു തൊഴിൽ സംഘടനയല്ല എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ബൈലോ ഒക്കെ ഉള്ളത്. കാരണം അത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ അതെനിക്ക് അതിൻ്റെ ഒരു പൂർവ്വ ചരിത്രമൊന്നും എനിക്കറിയില്ല. ഞാനാകെ 2 വർഷമാണ് അത് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഫൈറ്റ് ചെയ്ത് നേടിയതാണെന്ന്. ഒരുപാട് സമയം എനിക്ക് ആവശ്യമുള്ളൊരു സമയം സംഘടനയ്ക്ക് പലരും ചേരാൻ പറഞ്ഞപ്പോൾ മുമ്പുള്ള പ്രസിഡന്റ് ഇന്നസെൻ്റ് ഏട്ടനൊക്കെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ചേരാൻ പറഞ്ഞ സമയത്ത് നമുക്ക് സാമ്പത്തിക ഞെരുക്കം കാരണം അതിലൊന്നും ചേരാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒരു സംഘടനയൊക്കെ വേണോ. പക്ഷെ പിന്നീടാണ് അങ്ങനെ ഒരു സംഘടന വേണമെന്നുള്ളത് ആവശ്യം വരികയും ഞാനതിൽ മെമ്പർഷിപ്പിനായിട്ട് സമീപിക്കുകയും നിരന്തരം മെമ്പർഷിപ്പിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു വർഷം പറഞ്ഞു അക്കൊല്ലം ആരെയും എടുക്കുന്നില്ല, അതുകൊണ്ട് അടുത്തതിൽ പരിഗണിക്കുക. അപ്പോഴേക്കും എന്താണ് ഇതിൻ്റെ ഇരട്ടിയായി, ഇതിൻ്റെ ഫീസൊക്കെ ഇരട്ടിയായി, അപേക്ഷാ ഫീസൊക്കെ ഇരട്ടിയായതിന് ശേഷം പക്ഷേ ഞാനത് എൻ്റെ ഒരു വാശി പോലെ അല്ലെങ്കിൽ എനിക്ക് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആവേശം കൊണ്ട് ഞാനിപ്പോൾ സംഘടനയുടെ മെമ്പറാണ്. 506 മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ ഒക്കെ ഈ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് തിരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയാണ്. പെട്ടെന്ന് ഇത്തരമൊരു പ്രശ്നം വരുമ്പോൾ അത് അവിടുന്ന് അങ്ങോട്ട് പിരിച്ചുവിടുക എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ രാജിവെക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. ശരിക്കും കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിൽ അല്ലെങ്കിൽ അതിലെ മെമ്പർമാരെ ബോധ്യപ്പെടുത്താനെങ്കിലുമുള്ള ഒരു ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു എളിയ ഒരഭിപ്രായം. അങ്ങനെ നടന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ്. പിന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട ടി പത്മനാഭൻ മഹാനായ എഴുത്തുകാരനായ ടി പത്മനാഭൻ പറഞ്ഞ പോലെ അത് കമ്മിറ്റി ആയിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ, അതൊരു കമ്മീഷൻ ആയില്ല എന്നുള്ളതാണ്. അപ്പം തന്നെ നമുക്ക് അറിയാം 4.5 വർഷം ഈ റിപ്പോർട്ടുകൾ അതിനെ എവിടെയും ഇപ്പോൾ സത്യത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ശ്രീ വിജയൻ കാരന്തൂർ? അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, പലർക്കും വേണ്ടിയിട്ടായിരിക്കാം. ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പലരെയും പവർ ഗ്രൂപ്പ് പവർ ലോബി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ വിലക്കുകൾ ഉണ്ടായിരുന്നു സിനിമയിൽ എന്നുള്ളത് അതൊരു വാസ്തവമാണ്. അത് അമ്മയിൽ മാത്രമല്ല സിനിമാ ലോകത്ത് മുഴുവൻ. എനിക്ക് തന്നെ നേരിട്ട് എന്നെ വിലക്കി എന്നല്ല പറയുന്നത്, ഞാൻ അനുഭവിച്ചൊരു സംഭവമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയതായിട്ടൊരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ സഹപ്രവർത്തകരെ അയാളുടെ കൂടെ അതുവരെ ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോഗ്രാഫർ അയാളുടെ സിനിമയ്ക്ക് സ്റ്റില്ലെടുക്കാൻ വേണ്ടി വെക്കുന്നു. പക്ഷേ ഇവിടെ യൂണിയൻ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ആ യൂണിയൻ്റെ ആളുകളെ വിടുന്നു. അവിടെ ആരെങ്കിലും മെമ്പർഷിപ്പിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു സംഘടനയിലും അംഗമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ ചെയ്യാമെന്ന്. പക്ഷെ കൃത്യമായിട്ടുള്ള അത്തരം നിയമങ്ങളുടെ ഒരു വയലേഷനാണ് ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു താൽക്കാലിക ആശ്വാസം വന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണഫലം അതായിരിക്കുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ താങ്കൾ ഇപ്പോഴും ആ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കും? അതിപ്പോൾ കോടതി പറഞ്ഞാൽ നടപ്പാക്കേണ്ടി വരും, അതല്ലാതെ സർക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നടപ്പാക്കുമെന്ന് വിശ്വസിക്കുകയാണോ? ഇപ്പോൾ മുകേഷിന് വേണ്ടി, രഞ്ജിത്തിന് വേണ്ടി എടുത്ത നടപടികൾ വൈകിച്ച നിലപാടുകളൊക്കെ നമ്മൾ മുന്നിൽ കണ്ടതാണല്ലോ. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തെക്കാൾ ഗുരുതരമായ ആരോപണം ഇതാ കഴിഞ്ഞ ദിവസം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു.
ഒരു യുവാവിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ യുവാവ് ഇപ്പോൾ അല്പസമയത്തിനകം നമ്മോടൊപ്പം തത്സമയം ചേരാൻ പോകുന്നു. ആ വെളിപ്പെടുത്തൽ വരാൻ പോകുന്നു. കൂടുതൽ ആ കാര്യങ്ങളിൽ വിശദീകരിച്ച് പറയാൻ പോകുന്നു. മൊഴി കൊടുക്കാതിരിക്കാൻ സമ്മർദ്ദമുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് സംഭവം വല്ലാത്തൊരു സങ്കടമാണ്. കാരണം നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാവുമ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് പഴയ മഞ്ഞപ്പുസ്തകം വായിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ. കാരണം ആ യുവാവിൻ്റെ വെളിപ്പെടുത്തലൊക്കെ വായിച്ചിട്ട് അതിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചയുടെ ചിലരുടെ കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആരോപണ വിധേയരായിട്ടില്ലെങ്കിലും കൂടി അതാണ് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറഞ്ഞത് ഇരകൾക്ക് സംരക്ഷണം വേണമെന്നാണ്, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നാണ്. ഇത് ഇരകളുടെയും വേട്ടക്കാരൻ്റെയും സ്വകാര്യതയെ സംരക്ഷിക്കുന്ന രീതിയിലായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ കാതലതാണ്. അപ്പോൾ തെറ്റ് ചെയ്തവൻ, അത് തെറ്റ് നിയമമുണ്ട്, ഇവിടെ കോടതികളുണ്ട്, ആ തെറ്റ് സ്ഥാപിക്കപ്പെട്ടാൽ അയാളെ പുറത്താക്കും, അല്ലെങ്കിൽ അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ അയാളെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടുകൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആളുകൾ മുഴുവൻ ചോദിക്കുന്നു, ഞാനൊരു പുറത്തേക്ക് ഇറങ്ങിയാൽ നിൻ്റെ പേര് എത്രാമത്തെ പേജിലുള്ളത്, തമാശയ്ക്കാണെങ്കിലും ആളുകൾ ചോദിക്കുന്നു. അപ്പം മൊത്തം ആളുകളുടെ സംശയത്തിൻ്റെ നിലയിൽ, മൊത്തം സിനിമാ പ്രവർത്തകരെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുക എന്നുള്ളൊരു സംഭവം വല്ലാത്തൊരു ഗതികേടാണ്. ശരി, ഡോക്ടർ ജെ പ്രമീള ദേവി, ഇപ്പോൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രക്ഷോഭത്തിലാണ്, പ്രതിഷേധത്തിലാണ്, തെരുവിൽ സമരങ്ങളുണ്ട്. ഇന്ന് യുവമോർച്ചയുടെ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമൊക്കെ, കൊല്ലത്തൊരു വ്യത്യസ്ത പ്രതിഷേധവും നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. 2 കോഴികളുമായിട്ടുള്ള പ്രതിഷേധമൊക്കെ കണ്ടു. അപ്പോൾ ആ പ്രതിഷേധം അവിടെ തുടരുമ്പോൾ നിങ്ങൾ മുകേഷിൻ്റെ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണോ കാണുന്നത്, അതോ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പുഴുക്കുത്തുകളെ എല്ലാം നീക്കി അത് ശുദ്ധീകരിക്കണം എന്നൊരു അഭിപ്രായത്തോടു കൂടിയുള്ള പ്രതിഷേധമാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്മൃതി. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ആരോപിതനായ ശ്രീ മുകേഷ്, അദ്ദേഹം ഈ നാട് ഭരിക്കുന്ന, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമാണ്. അദ്ദേഹം നിയമനിർമ്മാണ സഭയിലെ അംഗമായ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്ന നിലയ്ക്ക് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുക തന്നെയാണ് വേണ്ടത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സീസേഴ്സ് വൈഫ് ഷുഡ് ബി എബവ് സസ്പീഷ്യൻ. അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ, ഉന്നത പദവികളിലിരിക്കുന്നവർ ആരോപണത്തിൻ്റെ ചെളിപ്പാടുകൾ തെറിക്കാതെ മാറി നിൽക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം ചെയ്തു എന്ന് പരാതിക്കാരി മുൻപിൽ വന്ന നിലയ്ക്ക് മാറി നിന്ന് മാതൃക കാണിക്കേണ്ടതുണ്ട് ശ്രീ മുകേഷ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും BJPയെ സംബന്ധിച്ചിടത്തോളമില്ല. മാത്രവുമല്ല, ഇതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല ഞങ്ങൾ സമീപിക്കുന്നത്. തീർച്ചയായും സിനിമ പോലെ കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു വലിയ വ്യവസായ മേഖല, പ്രത്യേകിച്ച് അതിൽ 90% ആളുകളും ശുദ്ധമായ കൈകളുള്ളവരായിരിക്കാം. അവരുടെ പേരിൽ കൂടി, അവരുടെ നേർക്കുകൂടി ചെളിവാരി എറിയപ്പെടുന്ന ഈ പശ്ചാത്തലത്തിൽ കുറ്റാരോപിതർ മാറി നിൽക്കുക എന്നതല്ലേ ഏറ്റവും അത്യാവശ്യമായ കാര്യം. അങ്ങനെയാണെങ്കിൽ സർക്കാർ പറയുന്ന അതേ നിലപാട് എങ്ങനെയാണ് BJPയുടെ കേന്ദ്രമന്ത്രിക്ക് സുരേഷ് ഗോപിക്ക് ഉണ്ടായത്? കോടതി പറയട്ടെ, കോടതി പറയുന്നത് പോലെ ആകട്ടെ. മുകേഷിന്റെ കാര്യത്തിലും അങ്ങനെയാണ് ആദ്യം പ്രതികരിച്ചത്. പിന്നത്തെ പ്രതികരണമൊക്കെ നിങ്ങളും കണ്ടല്ലോ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അല്ല, അത് അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, ദീർഘകാലത്തെ ചലച്ചിത്ര മേഖലയിലെ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനുണ്ടായ ചില കാഴ്ചപ്പാടുകൾ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അവിടെ പ്രതികരിച്ചത്. അല്ലാതെ BJPയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലായിരുന്നില്ല. BJP എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള വോട്ടാണ് തനിക്ക് കിട്ടിയതെന്നും BJPക്കാരനായിട്ടുള്ള വോട്ടല്ല തനിക്ക് കിട്ടിയതെന്നും മുകേഷ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ശരിയാണല്ലേ? അല്ല, അത് ശരിയാണെന്നല്ല, അതും ഇതുമൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായം. അദ്ദേഹം ഓരോ സമയത്ത് എന്താണ് ചിന്തിക്കുക എന്ന് എങ്ങനെയാണ് നമ്മൾ ഗണിച്ചു നോക്കുക? ശ്രീമതി പ്രമീള ദേവി, അദ്ദേഹത്തിന്റെ ചിന്ത ആ സമയത്ത് അദ്ദേഹം ഏത് അവതാരത്തിലാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഗണിച്ചറിയുക?
ഓരോ സമയം ഓരോ അവതാരത്തിലാണല്ലോ. അല്ല സ്മൃതി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, പാർട്ടി ഓഫീസിൽ ഇറങ്ങുമ്പോൾ പാർട്ടിയുടെ കാര്യം ചോദിക്കണം, AMMയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ സിനിമാ കാര്യം ചോദിക്കാൻ പാടുള്ളൂ അത്രേ. അതെ, ഒക്കെ നടക്കണ കാര്യമാണോ? അതെ അതെ അല്ല സ്മൃതി, അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട്, അതിൽ യോജിപ്പുണ്ടോ? ഡോക്ടർ ജെ പ്രമീള ദേവി, താങ്കളുടെ വ്യക്തിപരമായ എതിർപ്പല്ല, ഇതിലൊക്കെ BJPയുടെ നിലപാട് എന്താണ്? ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകരായി രംഗപ്രവേശം ചെയ്യുക, അങ്ങനെ വോട്ട് നേടി ജനങ്ങളുടെ വോട്ട് നേടി ജയിക്കുക, അങ്ങനെ കേന്ദ്രമന്ത്രി ആവുക, കേന്ദ്രമന്ത്രി ആയ ശേഷം പിന്നെ ചോദ്യങ്ങളൊന്നും പാടില്ല, എൻ്റെ അടുത്തേക്ക് ആരും വരരുത്, ഞാൻ വേറൊരു പ്രതിഭാസമാണ് എന്ന മട്ടിൽ തട്ടിമാറ്റിക്കൊണ്ട് പോവുക, എന്നിട്ട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുക, എന്നിട്ട് തിരിച്ച് കേസ് കൊടുക്കുക. എവിടത്തെ നീതിയാണ്? അല്ല സ്മൃതി, ഞാൻ മറുപടി പറഞ്ഞോട്ടെ? എനിക്ക് പറയാൻ അവസരം തരാതെയാണ് സ്മൃതി ഇടയിൽ കയറി പറഞ്ഞത്. ഞാൻ വളരെ കാര്യമായി തന്നെ താങ്കൾ പറഞ്ഞത് ക്ഷമയോടെ കേട്ടിരുന്നു. താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് അതാത് സമയത്ത് നമ്മൾ എങ്ങനെ ഗണിച്ചറിയും? നമുക്കെന്നല്ല, ആർക്കും ഗണിച്ചറിയാൻ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. അദ്ദേഹം സംസാരിക്കേണ്ടത്, ഈ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടത് നിസ്സംശയം ഞാൻ പറയട്ടെ, അദ്ദേഹം BJPയുടെ ജനപ്രതിനിധി എന്ന നിലയ്ക്കും കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കും തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് താനൊരു ചലച്ചിത്ര പ്രവർത്തകനാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന കാര്യം യാതൊരു അർത്ഥശങ്കയുമില്ലാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി മുകേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പറഞ്ഞു, സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞു എന്നതുകൊണ്ട് അതാണ് BJPയുടെ നിലപാട് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കില്ല. BJPയുടെ നിലപാട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ നിലപാട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? അല്ല, അതൊരു പൊതു പ്രമാണമായി, ഒരു ജനറൽ പ്രിൻസിപ്പിളായി നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും BJPയുടെ നിലപാട് കേന്ദ്രമന്ത്രിയിൽ നിന്ന് അറിയാൻ പറ്റില്ല എന്ന ഒരു ടെംപ്ലേറ്റ് നമ്മൾ സൃഷ്ടിക്കുകയല്ല. ഡോക്ടർ ജെ പ്രമീള ദേവി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഈ സിനിമാ പ്രവർത്തകർക്കെല്ലാം ആശങ്കയുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ഇനി ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് എന്നുള്ള പേരുകളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇനി പവർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയാണോ അദ്ദേഹം? അതിന്റെ ഭാഗമായിട്ടുള്ള രോഷമാണോ അത്? അല്ല സംശയിച്ചുകൂടെ? ശ്രീമതി സ്മൃതി, നമുക്ക് ഞാൻ പറയട്ടെ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആർക്കാണ് പറയാൻ പറ്റുക? പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നു, ഉണ്ടോ ഇല്ലയോ? നമുക്ക് എങ്ങനെയാണ് കൃത്യമായ ഉത്തരം പറയാൻ പറ്റുക? നമ്മൾ പറയണ്ടേ? ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന്. ഹേമ കമ്മിറ്റി അത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഉണ്ട് എന്ന് തന്നെയാണ്. അതിൽ ആരൊക്കെ എന്നുള്ള പേരുകൾ ഹേമ കമ്മിറ്റിക്ക് അറിയാം, സർക്കാരിനും അറിയാം, നമുക്കേ അറിയാത്തുള്ളൂ. അതെ, നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ നമ്മുടെ അഭ്യൂഹങ്ങളല്ലേ. ഇന്നയാരുണ്ടായിരിക്കും, ഇന്നയാൾ നിർബന്ധമായും കാണും, ഇന്നയാരു കൂടി അതിനകത്ത് ഉണ്ടാവേണ്ടതല്ലേ? ഇതൊക്കെ നമ്മുടെ ആലോചനകളും അഭ്യൂഹങ്ങളുമാണ്. താങ്കളോ ഞാനോ ഞാനതിൽ മറ്റൊരു ആരോപണത്തിലും അദ്ദേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ആകെ കാര്യം ഈ പവർ ഗ്രൂപ്പിലുണ്ടോ. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ആ ഒരു ശക്തിയുള്ള ഗ്രൂപ്പാണല്ലോ. ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന് ശക്തിയാണല്ലോ സർക്കാരിന്റെ നിലപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമീള ദേവി, അതെ 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 അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ടെന്ന്, ഏതൊക്കെ കാര്യങ്ങളിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വേട്ടക്കാരുടെ പേരുകളല്ല ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത്. പരാതിക്കാരികൾ നേരിട്ട് വന്ന് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും പൊതുസമൂഹത്തിലും കൊടുക്കുന്ന പരാതികളിലൂടെ, വെളിപ്പെടുത്തലുകളിലൂടെയുള്ള വേട്ടക്കാരുടെ പേരുകൾ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരെയൊക്കെയാണ് കുറ്റക്കാരായി
കണ്ടെത്തിയിട്ടുള്ളതെന്നോ ആരൊക്കെയാണ് പവർ ഗ്രൂപ്പിൻ്റെ നിയന്താക്കൾ എന്നതോ ഇതുവരെയും നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണമായ ഇരുട്ടിലാണ്. നമ്മുടേതൊക്കെ അഭ്യൂഹങ്ങളും ചിന്തകളും ആലോചനകളും സംശയങ്ങളും ആശങ്കകളും മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയെങ്കിലും പുറത്തു വന്നത് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന് നമുക്കറിയാം. സർക്കാർ എത്ര വലിയ വിമുഖതയാണ്, വിസമ്മതമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ. 4.5 കൊല്ലം പൂഴ്ത്തിവെക്കപ്പെട്ട, മേശയ്ക്കടിയിൽ പൂഴ്ത്തിവെക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ഒടുക്കം ഭാഗികമായെങ്കിലും പുറത്തു വരുന്നതിന് എത്രമാത്രം സാമൂഹിക നിയമപരമായ സമ്മർദ്ദം വേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ശ്രീ മുകേഷ്, അദ്ദേഹം ജനപ്രതിനിധിയും നിയമനിർമ്മാണ സഭയുടെ ഭാഗഭാക്കുമായതുകൊണ്ട് മാതൃകാപരമായി രാജിവെച്ച് മാറി നിന്നുകൊണ്ട് സമൂഹത്തിന്റെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ സർക്കാർ അവർ അവകാശപ്പെടും പോലെ ഹൃദയപക്ഷത്തും സ്ത്രീപക്ഷത്തുമാണെന്ന് തെളിയിക്കാനുള്ള ഒരു മികച്ച സന്ദർഭം കൂടിയാണ് അവർക്കിത്. അതൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, ആ പറച്ചിലൊന്നും ഒരു കുറവുമില്ല. അതൊക്കെ ഇന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അനിൽ അക്കരയിലേക്ക് അനിൽ അക്കര, അപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് കണ്ടു. സുരേഷ് ഗോപി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച കാര്യത്തിൽ അനിൽ അക്കര തന്നെയാണ് അതിൽ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കാം സുരേഷ് ഗോപിയെ അങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചെന്നാണ് താങ്കൾ കരുതുന്നത്? ഇവിടെ വളരെ സമയമെടുത്തും വളരെ ബുദ്ധിമുട്ടിയുമാണ് BJPയുടെ പ്രതിനിധിയായ ഡോക്ടർ പ്രമീള ദേവി സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അതൊരു ബാധ്യതയായി. കേരളത്തിലെ BJP നേതാക്കന്മാർക്ക്, BJP സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുരേഷ് ഗോപി ഒരു ബാധ്യതയായി എന്നുള്ളത് ഇന്നത്തെ വാർത്താ ചാനലുകളിലെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഡോക്ടർ പ്രമീള ദേവി മറുപടി പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഈ തൃശ്ശൂർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളൊരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനം എന്നുള്ളത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനെന്നുള്ളത്. മോഡി നൽകിയ ഗ്യാരണ്ടിയാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി. ആ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് സ്ത്രീപീഡന കേസിൽ, ബലാത്സംഗ കേസിൽ, പിന്നെ അമ്മമാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലൊക്കെ പ്രതിയായ ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ മോഡി നൽകിയ ഗ്യാരണ്ടിയുടെ ഒരു പ്രൊഡക്റ്റാണോ? അത് കൃത്യമായൊരു മറുപടി BJP പ്രതിനിധി പറയണം. രണ്ടാമത് ഇവിടെ പറഞ്ഞല്ലോ, ഈ പറയുന്ന വിഷയത്തിൽ CPM എടുക്കുന്ന അതേ നിലപാടാണ് സുരേഷ് ഗോപിക്ക് എന്നുള്ളത്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം എടുക്കാൻ കഴിയില്ല. BJP CPM അന്തർധാരയുടെ ഒരു പ്രൊഡക്റ്റാണ് സുരേഷ് ഗോപി എന്നുള്ളത് രണ്ടാമത്തെ പ്രൊഡക്റ്റായി നമുക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ സുരേഷ് ഗോപി എന്തിനാണ് പ്രകോപിതനായത്? അന്ന് 27-ാം തീയതി രാവിലെ ആദ്യത്തെ ചോദ്യം, മുകേഷുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത്? ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മാധ്യമപ്രവർത്തകരുടെ തീറ്റയാണ്, ആ തീറ്റ വിറ്റ് നിങ്ങൾ കാശാക്ക് എന്ന് മോഡിയുടെ ഗ്യാരണ്ടിയാണ് പറയുന്നത്. BJPക്ക് അതിനകത്ത് ആ BJP മോഡിയുടെ ഗ്യാരണ്ടിയുടെ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കണ്ടേ? അത് കഴിഞ്ഞ് രാമനിലയത്തിൽ വന്നപ്പോൾ കാറിൻ്റെ പിറകിൽ നിന്ന മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും മീഡിയ വണ്ണിലെ അഖിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ സുരേഷ് ഗോപിയെ ഈ മോഡിയുടെ ഗ്യാരണ്ടി മാധ്യമപ്രവർത്തകരെ തല്ലാൻ വിട്ടെന്നാണോ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? എന്താണ് ഇതിൻ്റെ ചേതോവികാരം? ഞാൻ നിയമസഭയിലുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് നിയമസഭയിലുണ്ടായിരുന്ന ആൾ. ഇതിൻ്റെ തുടക്കം അറിയാലോ, തൃശ്ശൂരിലെ ഒരു നടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് തുടക്കമുണ്ടാകുന്നത്. ശ്രീ PT തോമസിൻ്റെ കൃത്യമായ നിലപാടാണ് ഇതുവരെ ഈ വിഷയത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പല കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ആ സൂചനയിലേക്ക് കടന്നു വരുമ്പോൾ അത് സുരേഷ് ഗോപി മുകേഷിനൊപ്പം പങ്കാളിയാണോ, കൂട്ടുപ്രതിയാണോ? ഈ വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് ഈ മൂടി വച്ചിരിക്കുന്ന പേരുകളിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടോ എന്ന സംശയങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വരികയാണെന്നേ. ഇവിടെ BJP MP ആയ സുരേഷ് ഗോപി CPM MLAക്ക് വേണ്ടി വക്കാലത്തെടുക്കുന്നു. ആ വക്കാലത്ത് എടുത്തതിൻ്റെ പേരിൽ കാരാട്ട് MLA, മുൻ MLA കാരാട്ട് MLA സുരേഷ് ഗോപിയെ പ്രകീർത്തിക്കുന്നു, ബിഗ് സല്യൂട്ട് അടിക്കുന്നു. അപ്പോൾ ഇതെന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇത് വളരെ കൃത്യമാണ്. ഈ വിഷയത്തിൽ ഇതിനകത്ത് സുരേഷ് ഗോപി പങ്കാളിയാണ് എന്നുള്ള സംശയം ഓരോ ദിവസവും ബലപ്പെടുകയാണ്. അതല്ലെങ്കിൽ മോഡിയുടെ ഈ ഗ്യാരണ്ടി ഇത് റോൾഡ് ഗോൾഡാണ്, ഞങ്ങൾ ഈ ഗ്യാരണ്ടി പിൻവലിച്ചിരിക്കുന്നു, ഇനി മുതൽ ആ ഗ്യാരണ്ടി ഇല്ല, മോഡിയുടെ ഗ്യാരണ്ടി ഇല്ല എന്ന് BJP പറയണം. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചത് അത് BJPയുടെ നിലപാടല്ല
എന്ന് പറയാൻ BJPക്ക് ചങ്കൂറ്റമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്പേസ് എന്ന് പറയുന്നത് മീഡിയ റിപ്പോർട്ടറിൻ്റെ സ്പേസാണ്. ഈ റിപ്പോർട്ടിൽ വന്ന് നമ്മൾ ചർച്ച ചെയ്യാണ്. BJPയുടെ പ്രതിനിധി ഒരു കുലുക്കവുമില്ലാതെ ചർച്ച ചെയ്യുമ്പോൾ BJPയുടെ പ്രതിനിധി റിപ്പോർട്ടറിനെതിരെ കേസ് കൊടുത്ത് വന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലിരിക്കുമ്പോൾ അത് സുരേഷ് ഗോപി BJPയുടെ ഈ പറയുന്ന വിഷയത്തിൽ നിലപാടല്ല എന്ന് മാത്രമല്ല, ആ നിലപാട് ഈ കേസ് പിൻവലിപ്പിക്കാനുള്ള ചങ്കൂറ്റം BJPയുടെ നേതൃത്വത്തിനുണ്ടോ? അങ്ങനെയാണ് കാണിക്കേണ്ടത്. അല്ലെങ്കിൽ മോഡിയുടെ ഗ്യാരണ്ടി നിങ്ങൾ പിൻവലിക്കണം. ശരി, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വനിതാ സിനിമാ നടിമാർ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി WCC അംഗങ്ങൾ ഇവരൊഴികെ ആർക്കും തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നോ അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ പുറത്തു വരണമെന്നോ അങ്ങനെ ആവശ്യപ്പെട്ടുള്ള പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. KK രമ, ഇപ്പോൾ കേസെടുക്കുന്നതും നടപടികൾ ഉണ്ടാകുന്നതും അപ്പോൾ വേഗത്തിൽ മൊഴിയെടുക്കലൊക്കെ പുരോഗമിക്കുന്നതൊക്കെ പുറത്തെ വെളിപ്പെടുത്തലുകളിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, മൊഴികൾ, തെളിവുകൾ അതിന്മേൽ സർക്കാർ തൊട്ടിട്ടില്ല. അത് കോടതി പറഞ്ഞ ശേഷം ചെയ്യാം, കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം ഇപ്പോൾ മുകേഷ് പറയുന്നത് തനിക്കെതിരെ നടന്നിരിക്കുന്നത് ബ്ലാക്ക്മെയിലാണ്. ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് തന്നെ അന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയ 2 കൊല്ലം മുമ്പ് ഭീഷണിപ്പെടുത്തിയ കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അത്തരം തെളിവുകൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു ഇന്നലെ രാത്രി എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പിന്തുണ കൂടിയാണ് മുകേഷിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു വിഭാഗം കൂടി ഈ വെളിപ്പെടുത്തലുകളുമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പിന്നീട് തെളിഞ്ഞാൽ എന്തു ചെയ്യും രമ? അവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ശബ്ദിക്കുന്നതെന്ന ചോദ്യം കൂടി വരില്ലേ? സ്മൃതി, ഇതൊക്കെ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുകയാണ്. പൊതുസമൂഹത്തിലെ സ്ത്രീകളെയൊക്കെ ഒരു പരിഹസിക്കുന്ന വർത്തമാനങ്ങളാണ് അതൊക്കെ. ഈ ബ്ലാക്ക് മെയിലിംഗ് 2 കൊല്ലം ഉണ്ടായിട്ട് ഇന്നലെ രാത്രിയാണോ മുഖ്യമന്ത്രിയെ കാണിക്കുന്നത്? എന്തേ അന്ന് പരാതി കൊടുത്തില്ല? എന്തേ അതിനെതിരെ കേസ് പോയിട്ടില്ല? അന്ന് ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തോ? ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടോ? ഇതൊക്കെ ഇത്തരം വാദങ്ങളാണ് ഇതുപോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഇന്നൊന്നും കേൾക്കുന്നതല്ല. അവിടെ ഇനിയും ഇത് തന്നെ ഇത്തരം നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു MLA-ക്കെതിരെ ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നല്ല നിരവധിയായി ഉയർന്നു വരികയാണ്. അങ്ങനെ ആരോപണം ഉയർന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? അതൊന്ന് പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ വായ തുറന്നിട്ടില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെടണ്ടേ രാജി? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടോ? ആ പാർട്ടി എടുത്ത തീരുമാനമെടുത്തില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ അത് തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി പറയട്ടെ, 2 കൊല്ലം മുന്നേ ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, അന്ന് ഞങ്ങൾക്ക് പരാതി തന്നിരുന്നു, അന്ന് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ചില പൊടിക്കൈകളൊക്കെ ഇനിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും സ്മൃതി, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തി വെച്ചുകൊണ്ട് പെട്ടിയിൽ അടയിരുന്നിട്ടാണ് സർക്കാർ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എന്നിട്ട് സ്ത്രീ സംരക്ഷകരാണ്, സ്ത്രീകളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ ഒരു നാണവും ഒരു ഉളുപ്പും പാർട്ടി നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളതാണ്. വിവിധ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതല്ലേ. CPM-ന്റെ വനിതാ നേതാക്കന്മാർ എവിടെ പോയി? ഈ വനിതാ നേതാക്കന്മാർ ഇപ്പം ശ്രീമതി ടീച്ചറുടെ ഒരു പ്രസ്താവനയൊക്കെ ഇന്ന് കണ്ടു. എത്ര അപഹാസ്യമായ പ്രസ്താവനകളാണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സ്ത്രീകളെ സംഘടിപ്പിക്കാൻ ഇനി ഇവർക്ക് സാധിക്കുക? എന്ത് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളുടെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുക, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുക? എങ്ങനെയാണ് ഈ നേതാക്കന്മാർ ഒരു തീവ്രത കുറഞ്ഞ പീഡനവും പാർട്ടി കോടതിയും ഒക്കെ നമ്മൾ നേരത്തെയും കണ്ടതല്ലേ KK രമ? അതെ അതെ, തീർച്ചയായിട്ടും തീവ്രത കൂടിയ ഇത് അളക്കാനുള്ളതുണ്ട്. പാർട്ടി കോടതിയാണ്, പാർട്ടി അന്വേഷിക്കും, ഇതൊക്കെ പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പോഴും അതിനെ തലപ്പത്തിരിക്കുന്നതും ആ നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒന്നും വായി അടച്ചുപോയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു പ്രതികരണവും കാണുന്നില്ലല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട്. എങ്ങനെയാണ് ഈ പാർട്ടി നന്നാവുക എന്നുള്ളതും ഈ സംഘടന നന്നാവുക എന്നുള്ളതും നമുക്ക് അറിയില്ല. ഏതായാലും അത് സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റേണ്ടതുണ്ട്, മാറ്റും എന്നുള്ള ഒരു പാർട്ടി തീരുമാനം നമ്മൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് അറിയുന്നതാണ്, ഇന്നലെ രാവിലെ തൊട്ട് അറിയുന്നതാണ്. മാറ്റും, അത് MLA സ്ഥാനത്തിൽ നിന്ന് മാറേണ്ട, പക്ഷേ നയരൂപീകരണ സമിതിയിൽ വേണ്ട എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നേരത്തോട് നേരമായിരിക്കുന്നു. ഇപ്പോഴും ആ തീരുമാനം അത് മുകേഷ് മാറി നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. മുകേഷ് മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല.
ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞല്ലോ, നയരൂപീകരണ സമിതി എന്നൊരു സമിതിയൊക്കെ ഉണ്ട്, 11-അംഗ സമിതിയുണ്ട്. പക്ഷേ നയം സ്വാഭാവികമായും സർക്കാരാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ, മുകേഷിൻ്റെ റോൾ ഈ സിനിമാ നയം ഉണ്ടാക്കുന്നതിൽ എന്നുകൂടി അറിയണ്ടേ? അല്ല, മുകേഷിനെ മാത്രമല്ല, അതെ, മുകേഷിനെ മാറ്റി നിർത്തുന്നില്ല. മുകേഷിനെ അതിൽ നിന്ന് എത്രയും വേഗം ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് സജി ചെറിയാൻ്റെ പ്രസ്താവന, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നയം രൂപീകരിക്കുന്നത് പാർട്ടിയാണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമിതി വെച്ചത്? എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 1,6,55,000 രൂപ മുടക്കിയിട്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാക്കി. എന്തിനാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്? സർക്കാർ ഇങ്ങനെ പൂഴ്ത്തിവെക്കാനാണെങ്കിൽ എന്തിനാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? അപ്പോൾ ഇത് പ്രാഥമികമായി കുറ്റക്കാർ കേരളത്തിലെ സർക്കാരാണ്. കേരളത്തിലെ സർക്കാരാണ് ഈ പവർ ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ ആളുകളെയും സംരക്ഷിച്ചു നിർത്തി ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു MLA-ക്ക് പോലും ആരോപണം ഉയർന്നിട്ട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ഇടതുപക്ഷത്തെ എന്ന് അവകാശപ്പെടുന്ന ലേബലൊട്ടിച്ച് നടക്കുന്ന ഒരു പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയും മറ്റു പാർട്ടികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതൊക്കെ തന്നെയാണ് വളരെ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസവും ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചെയ്തികളും. ഈ പാർട്ടിക്കകത്ത് മാറി നിൽക്കുന്ന നിരവധി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും അണികളും ഇപ്പോഴും പലയിടത്തു നിന്നും രാജിവെച്ച് പുറത്തു പോവുകയാണ്. എങ്ങനെയാണ് ഈ പാർട്ടിക്കകത്ത് നിൽക്കുക? കാരണം ഒരു നയവും പരിപാടിയും ഇല്ലാതെ പോകുന്ന ഒരു പാർട്ടി, കുറേ ഇതുപോലെയുള്ള ചൂഷകരെയും ഇതുപോലെയുള്ള ആളുകളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടൊരു പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് പാർട്ടി നിലപാട്. ഞങ്ങൾ ഇവരോടൊപ്പമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കൊണ്ട് ഇത് നന്നാവുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഏതായാലും ഈ രാജ്യത്തെ സ്ത്രീകളോട് അല്പമെങ്കിലും നീതി പുലർത്താൻ ഇവർക്ക് കഴിയുമെങ്കിൽ ആ റിപ്പോർട്ടിലേക്കെതിരെ നടപടിയെടുക്കണം. മുകേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. രാജി ചോദിച്ചു വാങ്ങി നാളെ തന്നെ രാജിവെപ്പിക്കുന്ന ഒരു നിമിഷം പോലും തുടരാൻ അദ്ദേഹത്തിന് അനുവദിക്കാത്ത ചൊവ്വാഴ്ച വരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്ന കോടതി ഉത്തരവുണ്ട്. അക്കാര്യത്തിൽ ഒരു ഇളവ് കോടതിയിൽ നിന്നും മുകേഷിന് ലഭിച്ചിരിക്കുന്നു. വളരെ നന്ദി. KK രമ. അറസ്റ്റാണ്. അതെ KK രമ, അനിലൊക്കെ തീർച്ചയായും അറസ്റ്റിന്റെ കാര്യത്തിൽ അറസ്റ്റിന്റെ കാര്യത്തിൽ ഡോക്ടർ J. പ്രമീള ദേവി, വിജയൻ കാരന്തൂർ എന്നിവർക്ക് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തത്.